ദിസ് ഇസ് ഡസ്കി മോം പാർട്ട് 2 കേക്ക് ബേക്കിംഗ്. കേക്ക് ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഓറിയോ ബിസ്ക്കറ്റ് കേക്കാണ്. സോ ഒരു വലിയ ഓറിയോ പാക്കറ്റ് തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഫാമിലി പാക്കറ്റ് ആയതുകൊണ്ട് കുറേ കുഞ്ഞു 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 പാക്കറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണം. സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ഷിഗ ബേബിയാണേ, എൻ്റർടൈൻമെൻറ്റ് അവളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ മൊത്തം ഒരു 40 ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നേ. അതിൽ ഞാനൊരു 36 പൊളിച്ച് 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 ഓപ്പൺ ചെയ്തെടുത്തു. ഒരെണ്ണത്തിൽ 4 വീതം ഉണ്ടായിരുന്നു. മൊത്തം സാധനങ്ങളും ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചായിരുന്നു. കേക്ക് ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് എങ്ങനെയെന്ന് നോക്കിയപ്പോൾ ഓറിയോ കേക്കാണെന്ന് മനസ്സിലായി. അതിന് ആകെ 3 സാധനമേ വേണ്ടൂ. ദേ ഈ കാണുന്ന ഓറിയോ ബിസ്ക്കറ്റാണ് ആദ്യത്തെ ഐറ്റം. അങ്ങനെ ഈ ഓറിയോ ബിസ്ക്കറ്റ് മൊത്തം ഞാനൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പോവാം. അപ്പോൾ ദേ ഇതുപോലെ പൊടിഞ്ഞ് സ്മൂത്തായിട്ട് കിട്ടും. സംഭവം കൊള്ളാല്ലേ. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമൊന്നും മാറ്റാൻ നിന്നില്ല കേട്ടോ. പിന്നെ നേരെ ആവശ്യം ബേക്കിംഗ് പൗഡറും ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 1/4 ടീസ്പൂൺ, ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ടു, നന്നായി പൊങ്ങി വരട്ടെ കേക്ക് അല്ലേ. സോ 1/4 ടീസ്പൂൺ മേലെ ബേക്കിംഗ് പൗഡർ ഞാൻ തട്ടി കൊടുത്തു, ചുറ്റും അങ്ങ് വെതറി കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തു. ബേക്കിംഗ് പൗഡർ എല്ലാത്തിൻ്റെയും കൂടെ നന്നായി ഒന്ന് മിക്സ് ആകാൻ വേണ്ടി പുറഞ്ചും ഞാനൊന്ന് നന്നായി ഇളക്കി കൊടുത്തു. പിന്നെ വേണ്ടത് പാല്, അല്ല പശുവും പാല്, അത് കിട്ടാത്തതുകൊണ്ട് കുപ്പിപ്പാല്. അങ്ങനെ കുറച്ചായി പാലൊഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു. ഈ പാലിന് ഒരുപാട് ചൂടും പാടില്ല, ഒരുപാട് തണുപ്പും പാടില്ല. റൂം ടെമ്പറേച്ചറിലിരുന്ന പാല് വേണം. അതെങ്ങനെ ഒപ്പിച്ചു എന്നല്ലേ, ഞാൻ കുറച്ച് പാല് ചൂടാക്കിയിട്ട് പിന്നെ ആറാൻ വെച്ചു. അപ്പം സംഭവം സെറ്റല്ലേ. മിക്സ് ചെയ്ത പാലും കൊണ്ട് ദേ കിട്ടിയത് ഒരു ബാറ്റർ ഉണ്ടാക്കി എടുത്തോട്ടോ. ഓറിയോ ബിസ്ക്കറ്റും പാലും ബേക്കിംഗ് പൗഡറും കൊണ്ട്. പിന്നെ നമുക്ക് നേരെ ആവശ്യം കേക്ക് ഉണ്ടാക്കാൻ ഒരു ടിന്നാണ്. ടിന്നില്ലാത്തതുകൊണ്ട് ഷിഗൻ്റെ ടിഫിൻ ബോക്സ്. അങ്ങനെ കുറച്ച് ഓയിൽ ടിഫിൻ ബോക്സിൽ നിറച്ച് അത് മൊത്തം ബ്രഷ് കൊണ്ട് ചുറ്റും തേച്ച് കൊടുത്തു കേട്ടോ. ദേ ഇതുപോലെ ഫുള്ളായിട്ട്. പിന്നെ നമ്മുടെ പാർട്ട് 1 ബട്ടർ പേപ്പർ. ദേ സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. അങ്ങനെ ആ ബട്ടർ പേപ്പർ ഞാൻ ആ ടിഫിൻ ബോക്സിൻ്റെ അളവിന് കട്ട് ചെയ്ത് മുറിച്ചെടുത്തു. നല്ല പാടായിരുന്നു കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ കുഴപ്പമില്ലാതൊക്കെ ചെയ്ത് ഒപ്പിച്ചെടുത്തായിരുന്നു. അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന ടിന്ന് റെഡി ആയിട്ടോ. സോ നമുക്ക് ആ ബാറ്റർ എടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബാറ്ററാണേ, കേക്ക് ബാറ്റർ. എന്താണെന്നറിയോ, കേക്കിൻ്റെ ബാറ്റർ ഞാനാണ് ഉണ്ടാക്കുന്നത്, എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ദേ നല്ല നൈസായിട്ട് കേക്കിൻ്റെ ബാറ്റർ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതൊഴിക്കുമ്പോൾ കേക്ക് കരിയാതെ കിട്ടണേന്നായിരുന്നു പ്രാർത്ഥിച്ചത്. പിന്നെ ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചു. ടാപ്പ് ചെയ്യുന്നത് എയർ ബബിൾസ് പോകാനത്രേ. എല്ലാം എൻ്റെ അറിവല്ല, യൂട്യൂബിൻ്റെ അറിവാണ്. പിന്നെ നമ്മൾ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. നമുക്കൊരു പഴയ കുക്കർ എടുക്കാം കേട്ടോ. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുകയല്ലേ, എങ്ങാനും അടിപ്പിടിച്ച് പോയാലോ. അതുകൊണ്ട് ഞാനൊരു പഴയ കുക്കർ നോക്കിയിട്ടാണ് എടുത്തത്. അതിലേക്ക് ദേ ഈ പുതിയ കുഞ്ഞുപാത്രം, അത് വെക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ആ കുഞ്ഞുപാത്രം വെച്ച് ചുറ്റും ഞാൻ ഉപ്പ് വെതറി കൊടുത്തു. അതെന്തിനാന്ന് സത്യമായിട്ട് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചെയ്തു കേട്ടോ. യൂട്യൂബ് പറഞ്ഞതല്ലേ. പിന്നെ നേരെ ആ കേക്ക് ബാറ്ററിൻ്റെ ടിന്നെടുത്ത് അതിലേക്ക് വെച്ചു. കുക്കർ വിസിലില്ലാതെ ലോ ഫ്ലെയിമിൽ കുറേ നേരം കത്തിച്ചായിരുന്നു. 20 മിനിറ്റ് ആയപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയായിരുന്നു കേട്ടോ. കേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അടച്ചു വെച്ച് കുറേ നേരം വെച്ചു. 30-35 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയായിരുന്നു. കേക്കായി, സംഭവം സെറ്റ് ആയിട്ടുണ്ടല്ലേ. സോ വെന്തോ നോക്കാനായിട്ട് കത്തിയെടുത്ത് ഞാനൊരു കുത്തു കൊടുത്തു. കുത്തി വലിച്ചെടുത്ത് നോക്കുമ്പോൾ ഉള്ളിൽ മൊത്തം ബാറ്റർ വെന്തിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ കുക്കർ അടച്ച് 40-45 മിനിറ്റ് ആകാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ 40-45 മിനിറ്റ് ആയപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കി. ഇത്തവണ വലിയ ആവേശമില്ല, പ്ലിങ് ആവാൻ വയ്യാത്തതുകൊണ്ട് ഒരു സ്പൂൺ എടുത്ത് കുത്തി നോക്കാമെന്ന് വെച്ചു. കുത്തി നോക്കിയപ്പോൾ സംഭവം സെറ്റ്. ഒരു തുള്ളി പോലും സ്പൂണിലായില്ല. കേക്ക് റെഡിയായപ്പോൾ നേരെ പ്ലേറ്റിലോട്ട് തട്ടി. നല്ലോണം ആറിയിട്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യത്തെ കേക്ക്, ഫസ്റ്റ് കേക്ക്. എൻ്റെ ഈശ്വര, ഞാൻ ഉണ്ടാക്കിയ കേക്ക്. എനിക്ക് എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഞാൻ എന്താ പറയുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. ഇതൊക്കെ തുറക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം സന്തോഷമായിരുന്നു. ആദ്യത്തെ കേക്ക്, എൻ്റെ ഫസ്റ്റ് കേക്ക് ഞാൻ ഉണ്ടാക്കിയത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. എനിക്ക് വയ്യ, സന്തോഷം സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ. ഇതൊന്ന് കാണിച്ചു കൊടുക്കാനും പറയാൻ ആരും ഇല്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. ഷിഗയാണെങ്കിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈശ്വരാ, എനിക്ക് വയ്യത് ആരോടെങ്കിലും പറയണമല്ലോ. കുഴപ്പമില്ല, എന്തായാലും വീഡിയോയിൽ കണ്ടാൽ മതി എല്ലാവരും അല്ലേ. സോ ഇത് ഞാനുണ്ടാക്കിയ കേക്കാട്ടോ. സംഭവം സൂപ്പറായിട്ടില്ലേ. ഏട്ടൻ കണ്ട് ഞെട്ടു. എനിക്ക് വയ്യ എൻ്റെ കേക്ക്. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുത്താലോ പാർട്ട് 3. സോ പാർട്ട് 3 ഡെക്കറേറ്റിംഗ് വീഡിയോ. ബൈ.